ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ആദ്യത്തെ ടോപ്പിക്കാണ് ഫേസർ ഡയഗ്രാം ഓഫ് എ സൈനുസോയിഡൽ വേവ് ഫോം അല്ലെങ്കിൽ ഫേസർ റെപ്രസെൻറ്റേഷൻ ഓഫ് എ സൈനുസോയിഡൽ വേവ് ഫോം. ഇപ്പോൾ സാധാരണയായിട്ട് നമ്മൾ കറണ്ട് ആയാലും വോൾട്ടേജ് ആയാലും നമ്മളൊരു സൈനുസോയിഡൽ വേവ് ഫോം രൂപത്തിലാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യാറുള്ളത്. അപ്പോൾ അതിൽ നിന്നും മാറി നമ്മൾ ഈ സൈനുസോയിഡൽ വേവ് ഫോമിൻ്റെ അതിലുള്ള ഓരോ വാല്യൂവിനെയും അല്ലെങ്കിൽ ഓരോ ആംഗിളിനെയും നമ്മൾ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഉപയോഗിച്ചുകൊണ്ട് ആ സ്ട്രെയിറ്റ് ലൈൻ ഒരു പർട്ടിക്കുലർ ഡയറക്ഷൻ ഉണ്ടാകും, ഒരു പർട്ടിക്കുലർ ലെങ്ത് ഉണ്ടാകും. ആ രൂപത്തിൽ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ റെപ്രസെൻറ്റേഷൻ നമ്മൾ പറയുന്ന പേരാണ് ഫേസർ റെപ്രസെൻറ്റേഷൻ ഓഫ് എ സൈനുസോയിഡൽ വേവ് ഫോം എന്ന് പറയും. ഈ ഒരു ഫിഗറിൽ ശ്രദ്ധിക്കാം. ഇവിടെ ഒരു സൈനുസോയിഡൽ വേവ് ഫോം തന്നിട്ടുണ്ട്. ഇത് 0 ഡിഗ്രി മുതൽ 360 ഡിഗ്രി വരെ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇവിടെ കാണിച്ചിട്ടുണ്ട്, ഇതാണ് ഇതിൻ്റെ ഫേസർ റെപ്രസെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ ഫേസർ റെപ്രസെൻറ്റേഷൻ 0 മുതലുള്ള 360 ഡിഗ്രി വരെയുള്ള ഏതൊരു വാല്യൂവിനെയും നമുക്ക് ഇതേ രൂപത്തിൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഉപയോഗിച്ചുകൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ആ സ്ട്രെയിറ്റ് ലൈൻ ഒരു പർട്ടിക്കുലർ ലെങ്ത് ഉണ്ടാകും, അതേപോലെ തന്നെ പർട്ടിക്കുലർ ഡയറക്ഷൻ ഉണ്ടാകും. ഇപ്പോൾ എക്സാമ്പിളായിട്ട് 30 ഡിഗ്രി എന്നുള്ളതിനെ ഇവിടെ റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. കണ്ടോ, 30 ഡിഗ്രീനെ ഇവിടെ റെപ്രസെൻറ്റ് ചെയ്യുന്ന രീതി ആണ് ഈ കാണിച്ചിട്ടുള്ളത്. അതായത് 30 ഡിഗ്രി എന്നുള്ളതിൻ്റെ ഫേസ് റെപ്രസെൻറ്റേഷനാണ് ഇങ്ങനെ കാണിച്ചിട്ടുള്ളത്. അതേപോലെ 60 ഡിഗ്രി നമുക്ക് കാണിക്കാൻ പറ്റും, 90 ഡിഗ്രീനെ കാണിക്കാൻ പറ്റും, 120 ഡിഗ്രീനെ കാണിക്കാൻ പറ്റും, 150 ഡിഗ്രീനെ നമുക്ക് കാണിക്കാൻ പറ്റും, അങ്ങനെ 180 ഡിഗ്രീനെ നമുക്ക് കാണിക്കാൻ പറ്റും. അങ്ങനെ ഏതൊരു വാല്യൂവിനെയും 0 മുതൽ 360 ഡിഗ്രി വരെയുള്ള ഏതൊരു സൈനുസോയിഡൽ വേവ് ഫോമിൻ്റെ വാല്യൂവിനെയും നമുക്ക് ഈ രൂപത്തിലുള്ള ഫേസ് റെപ്രസെൻറ്റേഷനിലോട്ട് നമുക്ക് അല്ലെങ്കിൽ പർട്ടിക്കുലർ സ്ട്രെയിറ്റ് ലൈനിലോട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണിക്കാൻ പറ്റും. ആ രീതിയിൽ നമ്മൾ പറയുന്ന പേരാണ് ഫേസർ റെപ്രസെൻറ്റേഷൻ ഓഫ് എ സൈനുസോയിഡൽ വേവ് ഫോം എന്ന് പറഞ്ഞു. ഇനി നെക്സ്റ്റ് ടോപ്പിക്ക് നോക്കാം, മാത്തമാറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് എ ഫേസർ. അപ്പോൾ മാത്തമാറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ 3 രീതിയിൽ നമുക്ക് ഒരു ഫേസറിനെ മാത്തമാറ്റിക്കലി റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. 1 റെക്റ്റാങ്കുലർ ഫോം, 2 പോളാർ ഫോം, 3 ട്രിഗണോമെട്രിക്കൽ ഫോം. ആദ്യം റെക്റ്റാങ്കുലർ ഫോം നോക്കാം. ഇപ്പോൾ റെക്റ്റാങ്കുലർ ഫോം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ഒരു ഫേസറിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഫേസറിൻ്റെ എക്സ് ആക്സിസിലുള്ള വാല്യൂ ആണ് എ എന്ന് കരുതുക. വൈ ആക്സിസിൽ ഇപ്പോൾ ഇത്രയും ഭാഗം, ഈ ഭാഗത്തുള്ള വാല്യൂ ആണ് ബി എന്ന് പറഞ്ഞാൽ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫേസറിൻ്റെ റെക്റ്റാങ്കുലർ ഫോമാണ് വി ഈസ് ഈക്വൽ ടു എ പ്ലസ് ജെ ഇൻറ്റു ബി എന്ന് പറയും. വി ഈസ് ഈക്വൽ ടു എ പ്ലസ് ജെ ഇൻറ്റു ബി എന്ന് പറയും. ഇപ്പോൾ എ എന്ന് പറഞ്ഞാൽ എക്സ് ആക്സിസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഭാഗമാണ്, ബി എന്ന് പറഞ്ഞാൽ വൈ ആക്സിസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഭാഗമാണ്. ജെ എന്ന് പറഞ്ഞാൽ ഒരു ഇമാജിനറി വാല്യൂ ആണ്. ആ ജെൻ്റെ നമ്മൾ ഉപയോഗം എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ഫേസറിനെ 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരാളാണ് ജെ എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ ജെൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ √-1 ആണ്. ഇവിടെ കാണിച്ചിട്ടുണ്ട് ജെ എന്ന് പറഞ്ഞാൽ √-1 ആണ്. അത് √-1ൻ്റെ വാല്യൂ ഇല്ല, നിങ്ങൾ കാൽക്കുലേറ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന് വാല്യൂ കിട്ടില്ല. അപ്പോൾ ജെൻ്റെ പർപ്പസ് ഇത്ര മാത്രമേ ഉള്ളൂ. ഏതൊരു ഫേസറിനെയും നമ്മൾ ജെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡിഗ്രി അല്ലെങ്കിൽ ഫേസ് 90 ഡിഗ്രി ഷിഫ്റ്റ് ചെയ്യും. അതിന് വേണ്ടിയിട്ട് നമ്മൾ ജെ ഉപയോഗിക്കാറില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ റെക്റ്റാങ്കുലർ ഫോമിൽ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് വി എന്നുള്ള ഒരു ഫേസിനെ നമ്മൾ എ പ്ലസ് ജെ ഇൻറ്റു ബി എന്നുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് റെക്റ്റാങ്കുലർ ഫോം എന്ന് പറഞ്ഞാൽ. അപ്പോൾ റെക്റ്റാങ്കുലർ ഫോമിൽ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ നമുക്ക് എക്സ് ആക്സിസും വൈ ആക്സിസും എടുത്തു കഴിഞ്ഞാൽ 4 ക്വാഡ്രൻ്റ് ഉണ്ടാവും. അപ്പോൾ അത് ഫസ്റ്റ് ക്വാഡ്രൻ്റാണിത്. ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും എയും ബിയും പോസിറ്റീവായിരിക്കും. ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ എയും ബിയും പോസിറ്റീവായിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ക്വാഡ്രൻറ്റിലെ വാല്യൂ ആണ് എ പ്ലസ് ജെ ഇൻറ്റു ബി വൺ നമുക്ക് പറയാൻ പറ്റും. ഫസ്റ്റ് ക്വാഡ്രൻറ്റിലെ വാല്യൂ ആണ് എ പ്ലസ് ജെ ഇൻറ്റു ബി വൺ എന്ന് പറയും. കാരണം എ എന്നുള്ള വാല്യൂ ബി വൺ എന്നുള്ള വാല്യൂ എന്താണ്, പോസിറ്റീവാണ്. അതുകൊണ്ട് ഫസ്റ്റ് ക്വാഡ്രൻറ്റിൻ്റെ വാല്യൂ A1 പ്ലസ് ജെ ബി വൺ എന്ന് പറയാൻ പറ്റും. ഇനി സെക്കൻഡ് ക്വാഡ്രൻറ്റ് ശ്രദ്ധിക്കുക. സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ എ എന്നുള്ള ഭാഗം അല്ലെങ്കിൽ എക്സ് ആക്സിസുള്ള ഭാഗം നെഗറ്റീവാണ്, വൈ ആക്സിസുള്ള ഭാഗം എന്താണ്, പോസിറ്റീവാണ്. അപ്പോൾ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും -A2 പ്ലസ് ജെ ബി ടു. ഇവിടെ റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട് -A2 പ്ലസ് ജെ ബി ടു എന്ന് പറയും. തേർഡ് ക്വാഡ്രൻറ്റ് ശ്രദ്ധിക്കുക, അതിൽ എയും ബിയും നെഗറ്റീവാണ്. അപ്പോൾ -A3 ആയിട്ട് മാറി, ഇവിടെ -B3 ആയിട്ട് മാറി. അപ്പോൾ E3 എന്ന് പറഞ്ഞാൽ -A3 ജെ B3 ആയിട്ട് മാറി. ഇനി നാലാമത്തെ ക്വാഡ്രൻറ്റ് ശ്രദ്ധിക്കുക. നാലാമത്തെ ക്വാഡ്രൻറ്റ് എന്ന് പറഞ്ഞാൽ എക്സ് ആക്സിസുള്ള ഭാഗം പോസിറ്റീവാണ്, വൈ ആക്സിസുള്ള ഭാഗം നെഗറ്റീവാണ്. അപ്പോൾ എ പോസിറ്റീവും ബി നെഗറ്റീവുമാണ്. അങ്ങനെയാണെങ്കിൽ +A4 എക്സ് ആക്സിസുള്ള ഭാഗം A4 ആണ്,
ഇപ്പോൾ അതേപോലെ വൈ ആക്സിലുള്ള ഭാഗം B4 ആണെങ്കിൽ പ്ലസ് A4 മൈനസ് JB4 നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഓരോ ക്വാഡ്രൻ്റ് അനുസരിച്ചും ഇതിൻ്റെ വാല്യൂവിൽ എന്ത് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഫേസറിലുള്ള മാറ്റങ്ങൾ അവിടെ വരുന്നുണ്ട്. ആ ഭാഗങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാം. ഇനി അതിൻ്റെ മറ്റു കാര്യങ്ങൾ കൂടി നോക്കാം. ഇപ്പോൾ V എന്ന് പറഞ്ഞാൽ A+JB ആണ് നമ്മൾ പറഞ്ഞു. ജെൻ്റെ വാല്യൂ √-1 ആണ് നമ്മൾ പറഞ്ഞു. അങ്ങനെയാണ് J² എന്ന് പറഞ്ഞാൽ √-1 ഹോൾ സ്ക്വയർ ആണ്. √-1 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ -1 ആണ്. അപ്പോൾ J² വാല്യൂ √-1 ആണ്. അത് നോട്ട് ചെയ്തിട്ട് വെക്കുക. നമുക്ക് ഇനി പ്രോബ്ലം ഒക്കെ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ വാല്യൂ നമുക്ക് ആവശ്യമായിട്ട് വരും. ആ സമയത്ത് ഇത് നമ്മൾ ഉപയോഗിക്കേണ്ടി വരും. ഇനി ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കാണാനുള്ള ഇക്വേഷനാണ്, ഈ ഫേസറിൻ്റെ മാഗ്നിറ്റ്യൂഡ് കാണാനുള്ള ഇക്വേഷനാണ് V = √A² + B² ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ഈ ഒരു ഫേസറിൻ്റെ മാഗ്നിറ്റ്യൂഡ് നമുക്ക് കാണാൻ പറ്റും. അതേപോലെ ഫേസ് ആംഗിൾ കാണാൻ വേണ്ടിയിട്ട് ഇപ്പോൾ 5 ആണ് ഫേസ് ആംഗിൾ എന്ന് പറഞ്ഞാൽ ആ ഒരു ഫിഗറിൽ നമ്മൾ കണ്ടിട്ടുണ്ടാവും, 5 എന്നുള്ള വാല്യൂ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഫിഗറിന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ കാണാൻ പറ്റും tan phi എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് ആണ്. ഓപ്പോസിറ്റ് സൈഡ് B ആണ്, അഡ്ജസൻറ്റ് സൈഡ് A ആണ്. സോ tan phi = B/A എന്ന് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫേസ് ആംഗിൾ എന്ന് പറഞ്ഞാൽ 5 ആണ്. സോ ഫേസ് ആംഗിൾ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ടാനെ ഓപ്പോസിറ്റ് സൈഡിൽ ഈക്വൽ സൈഡിൻ്റെ അപ്പുറത്തോട്ട് കൊണ്ടുപോയി. സോ ടാൻ പുറത്ത് കൊണ്ടുപോയി ടാൻ ഇൻവേഴ്സ് ആയിട്ട് മാറി. സോ ടാൻ ഇൻവേഴ്സ് ഓഫ് B/A എന്ന് നമുക്കവിടെ കാണാൻ പറ്റും. അപ്പോൾ ഫേസ് ആംഗിൾ കാണാൻ ഇക്വേഷൻ ഫേസ് ആംഗിൾ phi = ടാൻ ഇൻവേഴ്സ് ഓഫ് B/A എന്ന് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ ഫിഗറിന് നമുക്ക് cos phi കാണാൻ പറ്റും. cos phi എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സമീപവശം ഡിവൈഡഡ് ബൈ കർണം, അല്ലെങ്കിൽ അഡ്ജസൻറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പട്ടനിയസ് ആണ് cos phi എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഫിഗറിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും സമീപവശം എന്ന് പറഞ്ഞാൽ A ആണ്, അതേപോലെ കർണം എന്ന് പറഞ്ഞാൽ V ആണ്. സോ cos phi = A/V എന്ന് കിട്ടി. നമുക്ക് എൻ്റെ വാല്യൂ കാണാൻ വേണ്ടിയിട്ട് ഈ Vനെ നേരെ ഓപ്പോസിറ്റ് സൈഡിലോട്ട് കൊണ്ടുപോയി. ഓപ്പോസിറ്റ് സൈഡിൽ കൊണ്ടുപോകുന്ന സമയത്ത് ഇവിടെ അരിക്കാനാണ്, ഇങ്ങോട്ട് വരുമ്പോൾ എന്തായിട്ട് മാറി, അത് ഗുണിക്കാനായിട്ട് മാറി. സോ A = V cos phi എന്ന് അവിടെ വന്നു. അപ്പോൾ എൻ്റെ വാല്യൂ കിട്ടി V cos phi എന്നുള്ളതാണ്. അതേപോലെ sin phi എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പട്ടനിയസ് ആണ് sin phi എന്ന് പറഞ്ഞാൽ, അതായത് എതിർവശം ഡിവൈഡഡ് ബൈ കർണാണ് sin phi നമ്മൾ പറയാം. ഇതിൽ നമുക്ക് ബീൻ്റെ വാല്യൂ sin phi വാല്യൂ എന്ന് പറഞ്ഞാൽ B/V നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ഓപ്പോസിറ്റ് സൈഡ് B ആണ്, കർണം എന്ന് പറഞ്ഞാൽ V ആണ്. സോ sin phi = B/V നമുക്ക് കാണാൻ പറ്റും. ഇത് നമുക്ക് ബീൻ്റെ വാല്യൂ ആണ് കാണേണ്ടത്. B അവിടെ നിർത്തി, ബാക്കിയുള്ള ആളുകളൊക്കെ ആ ഒരു സൈഡിലോട്ട് കൊണ്ടുപോയി. അപ്പോൾ Vനെ ഇവിടെ അരിക്കാനാണ്, ഇങ്ങോട്ട് വരുമ്പോൾ ഗുണിക്കാനായിട്ട് മാറി. സോ B = V sin phi നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ എൻ്റെ വാല്യൂ കിട്ടി V cos phi എന്നുള്ളതാണ്, ബീൻ്റെ വാല്യൂ കിട്ടി V sin phi. ഇനി രണ്ടാമത്തെ ഫോമാണ് ട്രിഗണോമെട്രിക് ഫോം. ഇപ്പോൾ ട്രിഗണോമെട്രിക് ഫോമിൽ നമുക്കറിയാം റെക്റ്റാങ്കുലർ ഫോം പ്രകാരം V = A+J/B ആണ്. അപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചു A എന്ന് പറഞ്ഞാൽ V cos phi ആണ്, B എന്ന് പറഞ്ഞാൽ V sin phi ആണ്. അപ്പോൾ നമ്മൾ ഈ എൻ്റെ പകരം ഇവിടെ V cos phi എന്നും കൊടുത്തു, അതേപോലെ ബീൻ്റെ പകരം V sin phi എന്ന് കൊടുത്തു കഴിഞ്ഞാൽ V = V cos phi + J ബീൻ്റെ സ്ഥാനത്ത് V sin phi എന്ന് വന്നു. രണ്ടിലും V കോമൺ ആയതുകൊണ്ട് നമ്മൾ ഇങ്ങനെ എടുത്തു V = V of cos phi + J sin phi എന്ന് വന്നു. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ട്രിഗണോമെട്രിക്കൽ ഫോം എന്ന് പറഞ്ഞാൽ. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഈ cos phi-ൻ്റെ വാല്യൂം അതേപോലെ sin phi-ൻ്റെ വാല്യൂം കാണാൻ പോകരുത്. കാരണം ട്രിഗണോമെട്രിക് ഫോം എന്ന് പറഞ്ഞാൽ ആ ഫോമിൽ സൈൻ്റെ വാല്യൂം അതേപോലെ വേണം, അതേപോലെ കോസിൻ്റെ ടേമും അതേപോലെ വേണം. അപ്പോൾ ഇവിടെ sin phi എന്നുള്ള വാല്യൂം അതേപോലെ cos phi എന്നുള്ള വാല്യൂം അവിടെ അതേ രീതിയിൽ ഉണ്ടെങ്കിൽ മാത്രമേ അത് നമുക്ക് ട്രിഗണോമെട്രിക്കൽ ഫോം എന്ന് പറയാൻ പറ്റുള്ളൂ. അതിനെ വാല്യൂ കണ്ടെത്തി അത് നേരെ എന്തായിട്ട് മാറി റെക്റ്റാങ്കുലർ ഫോമിലോട്ട് വീണ്ടും കൺവേർട്ട് ആകും. അതുകൊണ്ട് വാല്യൂ കണ്ടെത്താതെ അതേ രീതിയിൽ കോസിൻ്റെ വാല്യൂം അതേപോലെ cos 36.87 ആണെങ്കിൽ അതേ രീതിയിൽ തന്നെ നിലനിർത്തും. ഒരിക്കലും cos 36.87ൻ്റെ വാല്യൂ നമ്മൾ എന്ത് ചെയ്യാൻ വരുത്, കാണാൻ പോകരുത്. അപ്പോൾ അതേ രീതിയിൽ നമ്മൾ നിലനിർത്തുകയാണെങ്കിൽ ആ ഒരു ഫോമിനെ പറയുന്ന പേരാണ് ട്രിഗണോമെട്രിക് ഫോം എന്ന് പറയും. ഇനി നെക്സ്റ്റാണ് പോളാർ ഫോം. ഇപ്പോൾ പോളാർ ഫോം എന്ന് പറഞ്ഞാൽ ഈ രീതിയിൽ നമ്മൾ ഒരു ഫേസർ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ആ ഫേസറിനെ നമ്മൾ ഈ രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഈ ഫേസറിൻ്റെ മാഗ്നിറ്റ്യൂഡാണ് V എന്ന് പറഞ്ഞാൽ, ഇത് നമ്മളുടെ ഫേസ് ആംഗിളാണ് ഫൈ എന്നുണ്ടെങ്കിൽ V = V ആംഗിൾ ഫൈ എന്ന് കാണിച്ചു കഴിഞ്ഞാൽ ആ ഒരു റെപ്രസെൻറ്റേഷനെ പറയുന്ന പേരാണ് പോളാർ ഫോം എന്ന് പറയും.
അപ്പോൾ ഇവിടെ ഈ ഒരു ഫിഗർ പ്രകാരം ഇത് വി ആണ്. അപ്പോൾ അതിൻ്റെ ഫോളോവർ ഫോമായിട്ട് നമ്മൾ ഇവിടെ എഴുതി വി ഈസ് ഈക്വൽ ടു വി ആംഗിൾ ഫൈ. വി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡാണ്, ഫൈ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫേസ് ആംഗിളാണ്. അപ്പോൾ ഇതാണ് പോളാർ ഫോം എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ 3 രൂപത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന് മാത്തമാറ്റിക്കൽ, ഒന്ന് റെക്റ്റാങ്കുലർ ഫോം, 2 ട്രിഗണോമെട്രിക് ഫോം, 3 പോളാർ ഫോം. അപ്പോൾ ഇതാണ് മാത്തമാറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് എ ഫേസർ എന്ന് പറഞ്ഞാൽ. ഇനി ഒരു പ്രോബ്ലം നമുക്ക് ശ്രദ്ധിക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്: ഫൈൻഡ് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഫേസ് ആംഗിൾ ഓഫ് എ ഫേസർ 3+4j. അപ്പോൾ 3+4j എന്നുള്ള ഒരു ഫേസറിൻ്റെ മാഗ്നിറ്റ്യൂഡും അതേപോലെ ഫേസ് ആംഗിളും നമ്മൾ കണ്ടെത്തണം. അപ്പോൾ മാഗ്നിറ്റ്യൂഡ് കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ വി ഈസ് ഈക്വൽ ടു √(a² + b² ആണ് മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇവിടെ 3+4j ആണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ എൻ്റെ സ്ഥാനത്ത് 3 ആണ്, ബീൻ്റെ സ്ഥാനത്ത് 4 ആണ്. അപ്പോൾ എ എന്ന് പറഞ്ഞാൽ ജെ ഇല്ലാത്ത ഭാഗമാണ് എ എന്ന് പറഞ്ഞാൽ, ജെ ഉള്ള ഭാഗമാണ് ബി എന്ന് പറഞ്ഞാൽ. അപ്പോൾ ജെ ഇല്ലാത്ത ടേം ഇവിടെ എ എന്ന് പറഞ്ഞാൽ 3 ആണ്, ജെ ഉള്ള ടേം ബി എന്ന് പറഞ്ഞാൽ 4 ആണ്. നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമ്പോൾ √(a² + b² നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ √(3² + 4² എന്ന് കിട്ടി. √(3² + 4² എന്ന് പറഞ്ഞാൽ √9 + 60 എന്ന് കിട്ടി. അതായത് √25 എന്ന് പറഞ്ഞാൽ 5 എന്ന് കിട്ടി. അപ്പോൾ 3+4j എന്നുള്ള ഒരു ഫേസറിൻ്റെ മാഗ്നിറ്റ്യൂഡാണ് 5 എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ മാഗ്നിറ്റ്യൂഡ് കണ്ടെത്തി, നമുക്ക് ഫേസ് ആംഗിളാണ് കണ്ടെത്തേണ്ടത്. ഫേസ് ആംഗിൾ 5 ഈസ് ഈക്വൽ ടു tan ഇൻവേഴ്സ് ഓഫ് b/a ആണ്. സോ tan ഇൻവേഴ്സ് ഓഫ് b എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇവിടെ 4 ആണ്, a എന്ന് പറഞ്ഞാൽ 3 ആണ്. സോ tan ഇൻവേഴ്സ് ഓഫ് 4/3 എന്ന് കിട്ടി. tan ഇൻവേഴ്സ് ഓഫ് 4/3 എന്ന് പറഞ്ഞാൽ 53.13 ഡിഗ്രി എന്നും കിട്ടി. സോ 3+4j എന്നുള്ള ഒരു ഫേസിൻ്റെ മാഗ്നിറ്റ്യൂഡ് 5 ആണെന്നും അതേപോലെ അതിൻ്റെ ഫേസ് ആംഗിൾ 53.13 ഡിഗ്രി ആണെന്നും നമ്മൾ കണ്ടെത്തി. അതേപോലെ അടുത്തൊരു ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം. ഫൈൻഡ് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഫേസ് ആംഗിൾ ഓഫ് എ ഫേസർ വോൾട്ടേജ് വി ഈസ് ഈക്വൽ ടു 8+6j. അതായത് 8+6j എന്നുള്ള ഒരു ഫേസറിൻ്റെ മാഗ്നിറ്റ്യൂഡും അതേപോലെ ഫേസ് ആംഗിളുമാണ് നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ളത്. മാഗ്നിറ്റ്യൂഡ് ഈസ് ഈക്വൽ ടു വി ഈസ് ഈക്വൽ ടു √(a² + b² ആണ്. എൻ്റെ സ്ഥാനത്ത് ഇവിടെ 8 ആണ്, ബീൻ്റെ സ്ഥാനത്ത് ഇവിടെ 6 ആണ്. സോ √(8² + 6² എന്ന് വന്നു. √(8² + 6² എന്ന് പറഞ്ഞാൽ √100 നമുക്ക് കാണാൻ പറ്റും. √100 എന്ന് പറഞ്ഞാൽ 10 വോൾട്ട് എന്ന് കിട്ടി. ഇനി ഫേസ് ആംഗിൾ 5 ഈസ് ഈക്വൽ ടു tan ഇൻവേഴ്സ് ഓഫ് b/a ആണ്. ഇവിടെ ബീൻ്റെ സ്ഥാനത്ത് 6 ആണ്, എൻ്റെ സ്ഥാനത്ത് 8 ആണ്. സോ tan ഇൻവേഴ്സ് ഓഫ് 6/8 എന്ന് പറഞ്ഞാൽ 36.87 ഡിഗ്രി എന്നും കിട്ടി. അതായത് 8+6j എന്നുള്ള ഒരു ഫേസർ വോൾട്ടേജിൻ്റെ അല്ലെങ്കിൽ ഫേസർ ക്വാണ്ടിറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡാണ് 10 വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ, അതേപോലെ ഫേസ് ആംഗിളാണ് 36.87 ഡിഗ്രി എന്ന് പറഞ്ഞാൽ. ഇനി നമുക്ക് കൺവേർഷനാണ് പഠിക്കാനുള്ളത്. അതായത് റെക്റ്റാങ്കുലർ ഫോമിന് എങ്ങനെ പോളാർ ഫോമിലോട്ട് മാറ്റാം, പോളാർ ഫോമിന് എങ്ങനെ റെക്റ്റാങ്കുലർ ഫോമിലോട്ട് മാറ്റാം, ഇത്തരത്തിലുള്ള കൺവേർഷൻസാണ് നമുക്ക് പഠിക്കാനുള്ളത്. ആദ്യമായിട്ട് റെക്റ്റാങ്കുലർ ഫോം ടു പോളാർ ഫോം കൺവേർഷൻ, റെക്റ്റാങ്കുലർ ഫോം ടു പോളാർ ഫോം കൺവേർഷനാണ് നമ്മൾ ആദ്യം പറയാൻ പോകുന്നത്. അപ്പോൾ ഒന്നാമത്തെ ഒരു ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. കൺവേർട്ട് 8+6j ഇൻറ്റു പോളാർ ഫോം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 8+6j എന്നുള്ള റെക്റ്റാങ്കുലർ ഫോമിനെ ഏതിലോട്ട് മാറ്റാൻ പറഞ്ഞിട്ടുണ്ട്? പോളാർ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം ഒരു പോളാർ ഫോമിൽ 2 കാര്യങ്ങളാണുള്ളത്. ഒന്ന് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഉണ്ട്, അതേപോലെ ഫേസ് ആംഗിൾ ഉണ്ട്. അപ്പോൾ മാഗ്നിറ്റ്യൂഡും ഫേസ് ആംഗിളും നമ്മൾ കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്കൊരു റെക്റ്റാങ്കുലർ ഫോമിനെ വളരെ ഈസി ആയിക്കൊണ്ട് തന്നെ അതിൻ്റെ പോളാർ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. സോ അതിനുവേണ്ടി നമ്മൾ മാഗ്നിറ്റ്യൂഡ് കാണാനുള്ള ഇക്വേഷനാണ് വി ഈസ് ഈക്വൽ ടു √(a² + b² എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ ഇവിടെ എൻ്റെ സ്ഥാനത്ത് 8 ആണ്, ബീൻ്റെ സ്ഥാനത്ത് 6 ആണ്. സോ √(8² + 6² നമ്മൾ അവിടെ കൊടുത്തു. അതായത് √64 + 36 √100 എന്ന് കിട്ടി. √100 എന്ന് പറഞ്ഞാൽ 10. അപ്പോൾ മാഗ്നിറ്റ്യൂഡ് കിട്ടി. വി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10 വോൾട്ട് ആണെന്ന് കിട്ടി. ഇനി ഫേസ് ആംഗിൾ കാണണം. ഫേസ് ആംഗിൾ കാണാനുള്ള ഇക്വേഷനാണ് ഫേസ് ആംഗിൾ 5 ഈസ് ഈക്വൽ ടു tan ഇൻവേഴ്സ് ഓഫ് b/a. tan ഇൻവേഴ്സ് ഓഫ് b/a എന്ന് പറഞ്ഞാൽ tan ഇൻവേഴ്സ് ഓഫ് b എന്ന് പറഞ്ഞാൽ ഇവിടെ 6 ആണ്, അതേപോലെ a എന്ന് പറഞ്ഞാൽ 8 ആണ്. സോ 6/8 എന്ന് ചെയ്താൽ 36.86 ഡിഗ്രി എന്ന് നമുക്കവിടെ കാണാൻ പറ്റും. അപ്പോൾ 8+6j എന്നുള്ള ഒരു റെക്റ്റാങ്കുലർ ഫോമിനെ നമ്മൾ പോളാർ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്തു.
അതിൻ്റെ മാഗ്നിറ്റ്യൂഡാണ് 10, ഫേസ് ആംഗിളാണ് 36.86 ഡിഗ്രി എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ പോളാർ ഫോമിൻ്റെ ബേസിക് ഇക്വേഷനാണ് വി ആംഗിൾ ഫൈ. വി എന്ന് പറഞ്ഞാൽ അതിൻ്റെ മാഗ്നിറ്റ്യൂഡായിരുന്നു നമ്മൾ കണ്ടെത്തി, 10 ആണെന്ന് കണ്ടെത്തി. അതുപോലെ ഫൈ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫേസ് ആംഗിളായിരുന്നു നമ്മൾ കണ്ടെത്തി 36.86. സോ പോളാർ ഫോം 8+6j എന്നുള്ളതിൻ്റെ പോളാർ ഫോമാണ് വി ഈസ് ഈക്വൽ ടു 10 ആംഗിൾ 36.86 ഡിഗ്രി. ഇനി അടുത്ത ഭാഗം ശ്രദ്ധിക്കുക. പോളാർ ഫോം ടു റെക്റ്റാങ്കുലർ ഫോം കൺവേർഷൻ എങ്ങനെയാണ് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൽ ക്വസ്റ്റ്യൻ നോക്കുക. കൺവേർട്ട് 10 ആംഗിൾ 36.86 ഡിഗ്രി ഇൻറ്റു റെക്റ്റാങ്കുലർ ഫോം. ഇതാണ് നമ്മൾ ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒരു ബേസിക് ഇക്വേഷൻ, പോളാർ ഫോമിൻ്റെ ബേസിക് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ വി ആംഗിൾ ഫൈ ആണ്. സോ ആ ബേസിക് ഇക്വേഷനുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും വീൻ്റെ സ്ഥാനത്ത് 10 ആണ്, അതേപോലെ ഫൈൻ്റെ സ്ഥാനത്ത് 36.86 ഡിഗ്രിയാണ്. അപ്പോൾ വി എന്ന് പറഞ്ഞാൽ ഇവിടെ 10 ആണ്, ഫൈ എന്ന് പറഞ്ഞാൽ 36.86 ആണ്. എ എന്ന് പറഞ്ഞാൽ വി കോസ് ഫൈ ആണ്, നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടാവും. എ എന്ന് പറഞ്ഞാൽ വി കോസ് ഫൈ ആണ്. അതേപോലെ ബി എന്ന് പറഞ്ഞാൽ വി സൈൻ ഫൈ ആണ്. ഈ രണ്ട് ഇക്വേഷൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ടാകും. അപ്പോൾ നമുക്ക് പോളാർ ഫോമിൽ നിന്ന് റെക്റ്റാങ്കുലർ ഫോമിലോട്ടാണ് കൺവേർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ റെക്റ്റാങ്കുലർ ഫോമിൻ്റെ ബേസിക് ഇക്വേഷനാണ് a+j×b. അപ്പോൾ എയും ബിയും നമ്മൾ കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് ഈ പോളാർ ഫോമിനെ റെക്റ്റാങ്കുലർ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. സോ എ കാണാൻ വേണ്ടിയിട്ടുള്ള ഇക്വേഷൻ വി കോസ് ഫൈ ആണ്. നമ്മൾ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. വിൻ്റെ സ്ഥാനത്ത് 10 കൊടുത്തു. കോസ് ഓഫ് ഫൈൻ്റെ സ്ഥാനത്ത് ഇവിടെ നമുക്ക് 36.86 ആണ്. സോ 36.86 കൊടുത്തു. സോ 10 കോസ് 36.86 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 8 എന്ന് ഇവിടെ ആൻസർ കിട്ടും. ഇനി അതേപോലെ ബി എന്ന് പറഞ്ഞാൽ വി സൈൻ ഫൈ ആണ്. സോ വിൻ്റെ സ്ഥാനത്ത് ഇവിടെ 10 ആണ്, ഫൈൻ്റെ സ്ഥാനത്ത് 36.86 ആണ്. സോ വി സൈൻ ഫൈ എന്ന് ചെയ്ത് കഴിഞ്ഞാൽ ആൻസറായിട്ട് നമുക്ക് 6 എന്നും കിട്ടും. അതായത് എൻ്റെ വാല്യൂ നമുക്ക് 8 എന്ന് കിട്ടി, ബീൻ്റെ വാല്യൂ നമുക്ക് 6 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ വി ഈസ് ഈക്വൽ ടു a+jb. സോ അതായത് 8+6j എന്നായിട്ട് മാറി. അതായത് 10 ആംഗിൾ 36.86 ഡിഗ്രി എന്നുള്ളതിൻ്റെ പോളാർ ഫോം റെക്റ്റാങ്കുലർ ഫോമാണ് 8+6j എന്നുള്ള വാല്യൂ. അതേപോലെ രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ക്വസ്റ്റ്യൻ ഇതാണ്. കൺവേർട്ട് 5 ആംഗിൾ 50 ഡിഗ്രി ഇൻറ്റു റെക്റ്റാങ്കുലർ ഫോം. അതായത് 5 ആംഗിൾ 50 ഡിഗ്രി എന്നുള്ള പോളാർ ഫോമിനെ റെക്റ്റാങ്കുലർ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം പോളാർ ഫോമിൻ്റെ ബേസിക് ഇക്വേഷനാണ് വി ആംഗിൾ ഫൈ. അപ്പോൾ ആ വി ആംഗിൾ ഫൈ എന്നുള്ളതിനെ നമ്മൾ ഈ 5 ആംഗിൾ 50യുമായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വി എന്നുള്ളത് 5 എന്ന് കിട്ടും ഇവിടെ. അതേപോലെ ഫൈ എന്ന് പറഞ്ഞാൽ 50 ഡിഗ്രി നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ എ എന്ന് പറഞ്ഞാൽ വി കോസ് ഫൈ ആണ്. അപ്പോൾ എൻ്റെ സ്ഥാനത്ത് നമ്മൾ ഇവിടെ വി കോസ് ഫൈ എന്നുള്ള സ്ഥാനത്ത് വിൻ്റെ സ്ഥാനത്ത് നമ്മൾ 5 എന്ന് കൊടുത്തു, ഫൈൻ്റെ സ്ഥാനത്ത് 50 എന്ന് കൊടുത്തു. സോ 5 കോസ് 50 എന്ന് കിട്ടി. 5 കോസ് 50 എന്ന് പറഞ്ഞാൽ 3.2 നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് എൻ്റെ വാല്യൂ കിട്ടി 3.2 എന്ന് നമുക്ക് കിട്ടി. ഇനി നമുക്ക് കാണാനുള്ളത് ബി ആണ്. ബി എന്ന് പറഞ്ഞാൽ വി സൈൻ ഫൈ ആണ്. നമുക്കറിയാം. സോ ബി കാണാൻ വേണ്ടി നമ്മൾ വി സൈൻ ഫൈയിൽ വിൻ്റെ സ്ഥാനത്ത് 5 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അതേപോലെ ഫൈൻ്റെ സ്ഥാനത്ത് 50 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അങ്ങനെയാണെങ്കിൽ 5 സൈൻ 50 എന്ന് കൊടുത്തു. 5 സൈൻ 50 എന്ന് പറഞ്ഞാൽ 3.8 ആണ്. സോ എൻ്റെ വാല്യൂ നമുക്ക് കിട്ടി. അതേപോലെ ബീൻ്റെ വാല്യൂ നമുക്ക് കിട്ടി 3.8 എന്നുള്ളത്. സോ റെക്റ്റാങ്കുലർ ഫോമിൻ്റെ ബേസിക് ഇക്വേഷൻ വി ഈസ് ഈക്വൽ ടു a+j×b ആണ്. എ എന്ന് പറഞ്ഞാൽ 3.2 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ബി എന്ന് പറഞ്ഞാൽ 3.8 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 3.2 + 3.8 j നമുക്ക് കിട്ടും. ഇതാണ് ഇതിൻ്റെ റെക്റ്റാങ്കുലർ ഫോം എന്ന് പറഞ്ഞാൽ. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. കൺവേർട്ട് 5 ആംഗിൾ 50 ഡിഗ്രി ഇൻറ്റു ട്രിഗണോമെട്രിക്കൽ ഫോം. അപ്പോൾ നമുക്കറിയാം 5 ആംഗിൾ 50 ഡിഗ്രി എന്നുള്ള പോളാർ ഫോമിനെ ട്രിഗണോമെട്രിക്കൽ ഫോമിലോട്ട് മാറ്റാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ട്രിഗണോമെട്രിക്കൽ ഫോമിൻ്റെ ബേസിക് ഇക്വേഷനാണ് വി ഈസ് ഈക്വൽ ടു വി ഓഫ് കോസ് ഫൈ പ്ലസ് ജെ ഇൻറ്റു സൈൻ ഫൈ എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ ആ ഒരു ഇക്വേഷനിലോട്ട് മാറ്റുന്ന സമയത്ത് നമുക്കറിയാം വി എന്ന് പറഞ്ഞാൽ
ഈ ഒരു ബേസിക് ഇക്വേഷനുമായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ വി ആംഗിൾ 5 എന്നുള്ള ഇക്വേഷനുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വി എന്ന് പറഞ്ഞാൽ 5 എന്ന് കിട്ടും. അതേപോലെ 5 എന്ന് പറഞ്ഞാൽ 50 എന്നും കിട്ടും. നമ്മൾ എന്ത് ചെയ്യാണ്, ഈ വാല്യൂവിനെ ഈ ഒരു ബേസിക് ഇക്വേഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വി ഈസ് ഈക്വൽ ടു, വിൻ്റെ സ്ഥാനത്ത് ഇവിടെ 5 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, കോസ് ഓഫ് 50 കൊടുത്തു, 5ൻ്റെ സ്ഥാനത്ത് 50 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, പ്ലസ് ജെ ഇൻറ്റു സൈൻ ഓഫ് 5ൻ്റെ സ്ഥാനത്ത് വീണ്ടും 50 എന്ന് കൊടുത്തു. ഇതിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിന് ഒരിക്കലും നമ്മൾ ഇതിൻ്റെ വാല്യൂ കണ്ടെത്താൻ പോകരുത്, കോസ് 15നെയോ സൈൻ 15നെയോ വാല്യൂ കണ്ടെത്താൻ പോകരുത്. ഇത് കോസ് ടേമിലും അതേപോലെ സൈൻ്റെ ടേമിലും അതേപോലെ നിലനിർത്തണം. അതാണ് ട്രിഗണോമെട്രിക്കൽ ഫോം. സോ 5 ആംഗിൾ 50 ഡിഗ്രി എന്നുള്ളതിൻ്റെ പോളാർ ഫോമിൻ്റെ ട്രിഗണോമെട്രിക്കൽ ഫോമാണ് വി ഈസ് ഈക്വൽ ടു 5 ഓഫ് കോസ് 50 ഡിഗ്രി പ്ലസ് ജെ ഇൻറ്റു സൈൻ 50 ഡിഗ്രി എന്ന് പറഞ്ഞാൽ. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 4th ക്വസ്റ്റ്യൻ ആണ്. കൺവേർട്ട് ഇൻ ടു പോളാർ ഫോം എന്നാണ് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത്. അതായത് 3+j7 എന്നുള്ള റെക്റ്റാങ്കുലർ ഫോമിനെ അതിൻ്റെ പോളാർ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒരു റെക്റ്റാങ്കുലർ ഫോമിനെ പോളാർ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് നമുക്കറിയണം, അതേപോലെ ഫേസ് ആംഗിളും നമുക്കറിയണം. അപ്പോൾ മാഗ്നിറ്റ്യൂഡ് കാണാനുള്ള ഇക്വേഷനാണ് വി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ നമ്മൾ പറഞ്ഞു. ബേസിക് ഇക്വേഷനുമായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ എ ഇസ് ഈക്വൽ ടു 3 നമുക്ക് കാണാൻ പറ്റും, അതേപോലെ ബി ഇസ് ഈക്വൽ ടു 7 നമുക്ക് കാണാൻ പറ്റും. സോ റൂട്ട് ഓഫ് 3 സ്ക്വയർ പ്ലസ് 7 സ്ക്വയർ എന്ന് കൊടുത്തു. റൂട്ട് ഓഫ് 3 സ്ക്വയർ പ്ലസ് 7 സ്ക്വയർ എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് 9 പ്ലസ് റൂട്ട് 49 ആണ്. സോ റൂട്ട് 58 എന്ന് കിട്ടി. ദാറ്റ് ഈസ് ഈക്വൽ ടു 7.62 എന്ന് കിട്ടി. അതായത് ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡാണ് 3+j7 എന്നുള്ളതിൻ്റെ മാഗ്നിറ്റ്യൂഡാണ് 7.62 എന്ന് പറഞ്ഞാൽ. ഇനി അതേപോലെ ഫേസ് ആംഗിൾ കണ്ടെത്തണം. ഫേസ് ആംഗിൾ കാണാനുള്ള ഇക്വേഷനാണ് 5 ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് ബി ബൈ എ. അപ്പോൾ ബി എന്ന് പറഞ്ഞാൽ ഇവിടെ 7 ആണ്, എ എന്ന് പറഞ്ഞാൽ ഇവിടെ 3 ആണ്. സോ ടാൻ ഇൻവേഴ്സ് ഓഫ് 7/3 ചെയ്ത് കഴിഞ്ഞാൽ 66.80 നമുക്ക് കാണാൻ പറ്റും. സോ ഫേസ് ആംഗിൾ എന്ന് പറഞ്ഞാൽ 66.80 ഡിഗ്രി നമുക്ക് കിട്ടി. സോ നമുക്ക് ഫേസ് ആംഗിൾ കിട്ടി, അതേപോലെ മാഗ്നിറ്റ്യൂഡും കിട്ടി. ഇതിൻ്റെ പോളാർ ഫോം നമുക്ക് നോട്ട് ചെയ്യണം. പോളാർ ഫോം എന്ന് പറഞ്ഞാൽ വി ആംഗിൾ 5 ആണ്. വി എന്ന് പറഞ്ഞാൽ 7.62 നമ്മൾ കണ്ടെത്തി, അതായത് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ്. ആംഗിൾ എന്ന് പറഞ്ഞാൽ 66.8 ഡിഗ്രിയാണ്. സോ നമ്മൾ ഈ രീതിയിൽ എഴുതി വി ആംഗിൾ 5 എന്ന് പറഞ്ഞാൽ 7.62 ആംഗിൾ 66.80 ഡിഗ്രി എന്ന് കിട്ടി. ഇതാണ് ഇതിൻ്റെ പോളാർ ഫോമായിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. 5th ക്വസ്റ്റ്യൻ ആണ്. കൺവേർട്ട് ഗിവൻ റെക്റ്റാങ്കുലർ ഫോം ഇൻ ടു പോളാർ ഫോം എന്നാണ് ക്വസ്റ്റ്യൻ ഉള്ളത്. തന്നിട്ടുള്ള റെക്റ്റാങ്കുലർ ഫോം -2+j5 ആണ്. അതിൻ്റെ പോളാർ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ നമുക്കറിയാം, ഏതൊരു റെക്റ്റാങ്കുലർ ഫോമിനെയും പോളാർ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫേസ് ആംഗിൾ നമുക്കറിയണം, അതേപോലെ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് അറിയണം. അപ്പോൾ മാഗ്നിറ്റ്യൂഡ് കാണാനുള്ള ഇക്വേഷനാണ് വി ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞു. എൻ്റെ വാല്യൂ -2 ആണ്. സോ -2 ഹോൾ സ്ക്വയർ പ്ലസ് ബീൻ്റെ വാല്യൂ 5 ആണ്. സോ 5 ഹോൾ സ്ക്വയർ എന്ന് വന്നു. ദാറ്റ് ഈസ് റൂട്ട് 5 + 25, ദാറ്റ് ഈസ് റൂട്ട് 29 എന്ന് വന്നു. റൂട്ട് 29 എന്ന് പറഞ്ഞാൽ 5.38 എന്ന് കിട്ടി. അപ്പോൾ -2+j5 എന്നുള്ളതിൻ്റെ മാഗ്നിറ്റ്യൂഡാണ് 5.38 നമുക്ക് കിട്ടി. ഇനി നമുക്ക് ഫേസ് ആംഗിൾ കാണണം. ഫേസ് ആംഗിൾ എന്ന് പറഞ്ഞാൽ 5 ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് ബി ബൈ എ ആണ്. സോ ടാൻ ഇൻവേഴ്സ് ഓഫ് ബീൻ്റെ സ്ഥാനത്ത് ഇവിടെ 5 ആണ്, എൻ്റെ സ്ഥാനത്ത് 2 ആണ്, -2 ആണ്. സോ ടാൻ ഇൻവേഴ്സ് ഓഫ് 5 ഡിവൈഡഡ് ബൈ -2 എന്ന് ചെയ്തു. ദാറ്റ് ഈസ് ഈക്വൽ ടു -68.19 ഡിഗ്രി നമുക്കവിടെ കാണാൻ പറ്റും. അപ്പോൾ നമ്മളതിൻ്റെ പോളാർ ഫോം കണ്ടെത്തുന്ന സമയത്ത് നമുക്ക് മാഗ്നിറ്റ്യൂഡ് കിട്ടിയിട്ടുണ്ട് 5.38 എന്നുള്ളത്, അതേപോലെ ഫേസ് ആംഗിൾ കിട്ടി -68.19 എന്ന് കിട്ടി. നമ്മളതിൻ്റെ പോളാർ ഫോം എഴുതുമ്പോൾ അതിൻ്റെ ബേസിക് ഇക്വേഷനാണ് വി ആംഗിൾ 5. വിൻ്റെ സ്ഥാനത്ത് 5.38 എന്ന് കിട്ടിയിട്ടുണ്ട്, അതേപോലെ ഫേസ് ആംഗിളിൻ്റെ സ്ഥാനത്ത് -68.19 എന്ന് കിട്ടിയിട്ടുണ്ട്. സോ 5.38 ആംഗിൾ -68.19 ഇതാണ് ഇതിൻ്റെ പോളാർ ഫോമായിട്ട് വരുന്ന കാര്യം. അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. -50 -j75 അതിൻ്റെ പോളാർ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ പോളാർ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് നമ്മൾ അറിയണം, അതേപോലെ ഫേസ് ആംഗിൾ അറിയണം. അപ്പോൾ മാഗ്നിറ്റ്യൂഡ് കാണാൻ വി ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആണ്. ഇവിടെ എൻ്റെ സ്ഥാനത്ത് -50 ആണ്, അതേ രീതിയിൽ കാണിച്ചു. -50 ഹോൾ സ്ക്വയർ പ്ലസ് ബീൻ്റെ സ്ഥാനത്ത് 75 ആണ്. സോ -75 ഹോൾ സ്ക്വയർ എന്ന് കണ്ടു. സോ
-50 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2500 ആണ്. -75 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 5625 ആണ്. ചെയ്ത് കഴിഞ്ഞാൽ √8.125 എന്ന് കിട്ടി. ദാറ്റ് ഈസ് ഇക്വൽ ടു 9.14 എന്ന് കിട്ടി. അതായത് -50 -j75ൻ്റെ മാഗ്നിറ്റ്യൂഡാണ് 90.14 എന്ന് പറഞ്ഞാൽ. ഇനി നമുക്ക് കാണാനുള്ളത് ഫേസ് ആംഗിളാണ്. ഫേസ് ആംഗിൾ കാണാനുള്ള ഇക്വേഷനാണ് φ ഈസ് ഈക്വൽ ടു tan ഇൻവേഴ്സ് ഓഫ് b/a. tan ഇൻവേഴ്സ് ഓഫ് b/a ആണ്. സോ tan ഇൻവേഴ്സ് ഓഫ് ബീൻ്റെ സ്ഥാനത്ത് ഇവിടെ ഉള്ളത് -75 ആണ്. എൻ്റെ സ്ഥാനത്തുള്ളത് -50 ആണ്. സോ tan ഇൻവേഴ്സ് ഓഫ് -75 ഡിവൈഡഡ് ബൈ -50 രണ്ട് ഭാഗത്തും മേലെയും താഴെയും മൈനസിലുള്ളത് അത് ക്രോസ് ചെയ്ത് പോകും. ബാക്കി 75 ഡിവൈഡഡ് ബൈ 50 എന്നുണ്ടാവും. സോ tan ഇൻവേഴ്സ് ഓഫ് 75/50 ചെയ്താൽ നമുക്ക് 56.31 ഡിഗ്രി എന്ന് കിട്ടും. സോ ഫേസ് ആംഗിൾ കിട്ടി, അതേപോലെ അതിൻ്റെ മാഗ്നിറ്റ്യൂഡും കിട്ടി. അതിൻ്റെ പോളാർ ഫോം എന്ന് പറഞ്ഞാൽ 90.14 ആംഗിൾ 36.1 ഡിഗ്രി ആയിരിക്കും. ഒരു ക്വസ്റ്റ്യൻ കൂടി ശ്രദ്ധിക്കുക. 7th ക്വസ്റ്റ്യൻ 6 - j8 എന്നുള്ളതിൻ്റെ അതിൻ്റെ പോളാർ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യണം. സോ വി എന്ന് പറഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ √a² + b² ആണ്. എ എന്ന് പറഞ്ഞാൽ 6 ആണ്, ബി എന്ന് പറഞ്ഞാൽ -8 ആണ്. സോ √6² + -8 ഹോൾ സ്ക്വയർ എന്ന് വന്നു. ദാറ്റ് ഈസ് ഇക്വൽ ടു √36 + 64 √100 എന്ന് വന്നു. √100 എന്ന് പറഞ്ഞാൽ 10 ആണ്. അതായത് 6 - j8 എന്നുള്ള റെക്റ്റാങ്കുലർ ഫോമിൻ്റെ മാഗ്നിറ്റ്യൂഡാണ് 10 എന്ന് പറഞ്ഞാൽ. അതേപോലെ ഫേസ് ആംഗിൾ കാണാനുള്ള ഇക്വേഷനാണ് φ ഈസ് ഈക്വൽ ടു tan ഇൻവേഴ്സ് ഓഫ് b/a എന്ന് പറഞ്ഞാൽ. സോ tan ഇൻവേഴ്സ് ഓഫ് ബീൻ്റെ സ്ഥാനത്ത് -8 ആണ്, എൻ്റെ സ്ഥാനത്ത് 6 ആണ്. സോ tan ഇൻവേഴ്സ് ഓഫ് -8 ഡിവൈഡ് ബൈ 6 എന്ന് ചെയ്തു. ദാറ്റ് ഈസ് ഈക്വൽ ടു -53.13 ഡിഗ്രി എന്ന് കിട്ടി. അതായത് ഫേസ് ആംഗിൾ -53.13 ഡിഗ്രി എന്ന് കിട്ടി, മാഗ്നിറ്റ്യൂഡ് 10 എന്നും കിട്ടി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പോളാർ ഫോമാണ് വി ആംഗിൾ φ എന്നുള്ളത്. ഇപ്പോൾ വീൻ്റെ സ്ഥാനത്ത് ഇവിടെ ഉള്ളത് 10 ആണ്, അതേപോലെ ഫൈൻ്റെ സ്ഥാനത്തുള്ളത് -53.13 ഡിഗ്രി ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പോളാർ ഫോം ആയിരിക്കും 10 ആംഗിൾ -53.13. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പോളാർ ഫോമായിട്ട് വരിക.